ഗോത്രത്തിന്റെ പരിസരത്ത് പോയി ഒരു പുല്ല് തിന്നതിന്റെ പേരിൽ ബസൂസ് യുദ്ധം 40 കൊല്ലമാണ് നീണ്ടു നിന്നത്. അത്രമാത്രം ദുഷിച്ചുപോയവർ സമൂഹം. ഉഖാലയിലും ദുൽമജാസിലും മജന്നായിലും മൽപിടുത്തത്തിലും പഞ്ചഗുസ്തിയിലും അന്യന്റെ പല്ലടിച്ചു പൊട്ടിക്കുന്നതിലും വാൾ തലപ്പി വീശി അന്യന്റെ തല കതിർമണികൾ അറിഞ്ഞെടുക്കുന്ന പോലെ അറിഞ്ഞെടുത്തിരുന്ന ഒരു സമൂഹമായിരുന്നു ആ സമൂഹം. പിന്നീട് ലോകത്തിലെ ഏറ്റവും ഉന്നതമായ സംസ്കാരത്തിന്റെ പൂജൻ ഡിഗ്രിയിൽ നിന്ന് സംസ്കാരത്തിന്റെ ഉന്നതമായ സോപാനങ്ങളിലേക്ക് അവരെ കൈപ്പിടിച്ച് ഉയർത്തിയ ഘടകം എന്താണ് എന്ന് ചിന്തിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഗൗരവമായി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അവർക്ക് പിന്നീട് അള്ളാഹു കൊടുത്ത സർട്ടിഫിക്കറ്റ് വസ്സാബിഖൂന അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറദൂ അൻഹു. അവർ അല്ലാഹുവിനെ തൃപ്തിപ്പെട്ടു, അവരും അല്ലാഹുവിനെ തൃപ്തിപ്പെട്ടു. അവരുടെ പേരുകൾ കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു വറദൂ അൻഹു എന്ന് ലോകാവസാനം വരെയുള്ള മുസ്ലിം സമുദായം പറയണമെന്നാണ് ഇസ്ലാമിക ചട്ടക്കൂടിൽ ജീവിക്കുന്ന ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. അത്രമാത്രം അവർ ഉയർന്നു പോന്നു, അത്രമാത്രം അവർക്ക് മാറ്റങ്ങൾ സംഭവിച്ചു. അതേ വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വഇൻ കുൻതും അലാ ശഫാ ഹുഫ്റത്തിൻ മിനന്നാർ. നരകത്തിന്റെ വക്കിലായിരുന്നു അവർ, നരകത്തിലേക്ക് എത്തിയിരുന്നു അവർ. ഫഅൻഖദകും മിൻഹാ. അവരെ നാമാണ് രക്ഷപ്പെടുത്തിയത് എന്ന്. അല്ലേ, അത്രമാത്രം ദുഷിച്ചു പോയവർ സമൂഹം. പിന്നീട് അവർക്ക് മാറ്റമുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്കിടയിൽ കടന്നു വന്നു. എന്തുമായിട്ടാണ് അവർ കടന്നു വന്നത്? വിശുദ്ധ ഖുർആൻ എന്ന ആയുധവുമായിട്ടാണ് റസൂലുള്ളാഹി അവർക്കിടയിൽ കടന്നു വന്നത്. വല്ലദീ ബഅത ഫിൽ ഉമ്മiyyin റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. അക്ഷരജ്ഞാനമില്ലാത്ത അനക്ഷരനായ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്കിടയിൽ കടന്നു വരികയും എന്നിട്ട് അവരെ വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, കിതാബുകളും ഹിക്മത്തുകളും അവരെ പഠിപ്പിക്കുകയും വയുസക്കീഹിം, അവരെ സംസ്കരിച്ചെടുക്കുകയും ചെയ്തു എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. അതേ, ഇത് 1400 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന സമൂഹത്തെ പറ്റിയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവർക്ക് മാറ്റം സംഭവിച്ചത് എന്താണ്? എന്തിലൂടെയാണ് അവർക്ക് മാറ്റം സംഭവിച്ചത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് അവർ നെഞ്ചിലേറ്റു എന്നതിന്റെ പേരിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്കിടയിൽ കടന്നു വന്നുകൊണ്ട് എങ്ങനെയാണ് റസൂൽ കടന്നു വരുന്നത്? അനാഥത്വത്തിന്റെ മുഴുവൻ കൈപ്പുനീരുകളും മുഴുകിക്കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്കിടയിൽ കടന്നു വരുന്നത്. ജനിക്കുന്നതിന് മുമ്പ് തന്നെ പിതാവ് നഷ്ടപ്പെട്ട് 6ാമത്തെ വയസ്സെത്തിയപ്പോഴേക്കും മാതാവിന്റെ തണലും നഷ്ടപ്പെട്ട് തികച്ചും അനാഥത്വത്തിന്റെ ബാല്യപാഠങ്ങൾ പഠിച്ചുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വന്നു. അലിമ എന്നൊരു സ്ത്രീയുടെ അതേ പുകയും കഷ്ടപ്പാടുകളും നിറഞ്ഞ വീട്ടിൽ വളർന്നു വരികയായിരുന്നു. 40 കൊല്ലത്തോളം അവർക്കിടയിൽ അൽ അമീൻ എന്ന അപരനാമത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയപ്പെട്ടു. സത്യസന്ധനാണെന്ന് വിളിച്ച് സകലരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബഹുമാനിച്ചു, ആദരിച്ചു. പക്ഷേ 40ാമത്തെ വയസ്സെത്തിയപ്പോഴേക്ക് അദ്ദേഹം അവരുടെ കണ്ണിലെ കരടായി തീരുകയാണ്. അദ്ദേഹം അവരുടെ ശത്രുവായി തീരുകയാണ്. എന്തിന്റെ പേരിൽ? ആ നാട്ടിലെ നിലവിലുണ്ടായിരുന്ന ഭരണം തട്ടിയെടുത്ത് ഒരു പ്രതിവിപ്ലവത്തിന് നേതൃത്വം കൊടുത്തത് കൊണ്ടല്ല, ആ നാട്ടിലെ തീവ്രവാദ ഭീകരവാദ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തത് കൊണ്ടല്ല, നേരെ മറിച്ച് ഒരു സത്യസന്ദേശം അവർക്കിടയിൽ വിളിച്ചു പറഞ്ഞു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം അവർക്കിടയിൽ പ്രചരിപ്പിച്ചു. അത് പ്രചരിപ്പിച്ചതിന്റെ പേരിൽ, അത് പറഞ്ഞതിന്റെ പേരിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പിന്നീടുള്ള മക്കയിലെ ജീവിതം ദുരിതപൂർണമായി തീർന്നത്, കഷ്ടപ്പാടുകളും പ്രയാസങ്ങളുമായി തീർന്നത്, നാട്ടിൽ നിന്ന് പുറത്താക്കേണ്ടി വന്നത്, സഹാബക്കൾക്ക് നാട്ടിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നത്, പിന്നീട് ബദർ യുദ്ധമായത്, ഉഹുദ് ഉണ്ടായത്, ഖന്തഖ് ഉണ്ടായത്, ഖൈബർ ഉണ്ടായത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിന്റെ ദഅവത്തിലൂടെ ചെല്ലുമ്പോഴാണ് അവർക്ക് അത്രമാത്രം ത്യാഗങ്ങൾ സഹിക്കേണ്ടി വന്നത്. അതാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സിലുകൾ ഉണ്ടാകേണ്ടത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണം. ഈ പ്രബോധനം ആളുകൾക്ക് ഇത് പറഞ്ഞു കൊടുക്കണം. അല്ലാതെ ശത്രുക്കളെ വിദ്വേഷം ഉണ്ടാക്കുവാണോ, ശത്രുക്കൾക്ക് അസൂയ പകരുവാണോ അല്ല ഇത്തരത്തിലുള്ള സമ്മേളനങ്ങൾ, ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ നമ്മൾ ഇവിടെ നടത്തുന്നത്. അതുകൊണ്ട് നമ്മുടെ മനസ്സിലെ നിയ്യത്ത്, നമ്മുടെ മനസ്സിലെ വിച്ച, നമ്മുടെ മനസ്സിലെ അതേ സൂക്ഷ്മത, അത് നമ്മൾ വളരെ ഗൗരവമായി പഠിക്കേണ്ടതുണ്ട്. നമ്മുടെ നിയ്യത്തിനനുസരിച്ചായിരിക്കണം പ്രതിഫലം നൽകുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നു. ഇന്നമൽ അഅമാലു ബിന്നിയ്യ വ ഇന്നമാ ലികുല്ലി
امرئ ما نوى فمن كانت هجرته الى الله ورسوله فهجرته الى الله ورسوله ومن كانت هجرته لدنيا يصيبها او امرأة ينكحها فهجرته الى ما هاجر عليه. ഓരോരുത്തരുടെയും പ്രവർത്തനം അവനവന്റെ നിയ്യത്തിന്റെ അനുസരിച്ചാണ്. ആ നിയ്യത്ത് ശരിയായാൽ, നിയ്യത്ത് അല്ലാഹുവിനും അവന്റെ റസൂലിനുമായാൽ അത് അല്ലാഹുവിനും അവന്റെ റസൂലിനായിരിക്കും. അല്ലാതെ ദുനിയാവ് നേടിയെടുക്കാൻ, ഈ ദുനിയാവിന്റെ പല പലവകൾ കണ്ട് ആ ദുനിയാവ് നേടിയെടുക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിനുള്ള പ്രതിഫലം ഈ ദുനിയാവിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ നിയ്യത്തിനെ ശരിപ്പെടുത്തേണ്ടത്, നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടേണ്ടതുണ്ട്. വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. ആത്മാർത്ഥത കൊണ്ടല്ലാതെ എന്നെ ആരാധിക്കുവാൻ ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിട്ടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. അതേ, ലാ യൻദുറുല്ലാഹു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും വലാകി യൻദുറുല്ലാഹു ഇലാ ഖുലൂബിക്കും. നിങ്ങളുടെ ശരീരത്തിലേക്കോ നിങ്ങളുടെ ഭംഗിയിലേക്കോ അല്ലാഹു നോക്കുന്നില്ല, മറിച്ച് അവൻ നോക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ്. ഹൃദയശുദ്ധിയാണ്, ഹൃദയത്തിന്റെ നിയ്യത്താണ്. അതാണ് അല്ലാഹു നിങ്ങളിൽ നിന്ന് പരിഗണിക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു. അലാ ഇന്ന ഫിൽ ജസദി മുദ്ഗ ഇദാ സലഹത് സലഹൽ ജസദു കുല്ലുഹു വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലുഹു അലാ വഹിയൽ ഖൽബ്. അറിയുക, നിങ്ങളുടെ ശരീരത്തിൽ ഒരു മാംസകട്ടയുണ്ട്. ആ മാംസകട്ട നന്നായാൽ ശരീരം മുഴുവനും നന്നായി, ആ മാംസകട്ട ചീത്തയായാൽ ശരീരം മുഴുവനും ചീത്തയായി. അലാ വഹിയൽ ഖൽബ്, അറിയുക, അത് നിങ്ങളുടെ ഹൃദയമാണ്, ഹൃദയ ശുദ്ധീകരണമാണ്. സലഫികളെ, മുജാഹിദുകളെ നമുക്കുണ്ടാകേണ്ടത്. ഇത്തരത്തിലുള്ള സമ്മേളനം നടത്തുമ്പോൾ ഞങ്ങൾ തിരക്കേടില്ല എന്ന് ആളുകളെ കാണിക്കാനല്ല, അതേ ശത്രുക്കളെ വിദ്വേഷം പകർത്താനല്ല. ഇത് അല്ലാഹുവിന്റെ സന്ദേശം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണം, ശിർക്കിലായവരെ തൗഹീദിലേക്ക് വിളിക്കണമെന്ന സന്ദേശമാണ് നമ്മൾക്ക് ഇതിൽ നിന്നുണ്ടാകേണ്ടത്. അതുകൊണ്ട് തന്നെ ഹൃദയത്തിന്റെ ശുദ്ധീകരണം വളരെ പ്രാധാന്യമായി നാം കണക്കിലെടുക്കേണ്ടതുണ്ട്. അതേ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചു. എന്താണ്? അതേ, ഒരിക്കൽ ഒരാൾ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, നബിയെ, മൂന്നാളുകൾ യുദ്ധം ചെയ്യുകയാണ്. ഒരാൾ യുദ്ധം ചെയ്യുന്നത് തന്റെ കുടുംബത്തിന് വേണ്ടിയാണ്, മറ്റൊരാൾ യുദ്ധം ചെയ്യുന്നത് തന്റെ പൗരുഷം കാണിക്കാനാണ്, മറ്റൊരാൾ യുദ്ധം ചെയ്യുന്നത് ആളുകളെ കാണിക്കാനാണ്. ഈ മൂന്നാളുകളിൽ ആരാണ് റസൂലേ അല്ലാഹുവിനും അവന്റെ റസൂലിനും യുദ്ധം ചെയ്യുന്നത്? അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതേ, അല്ലാഹുവിന്റെ കലിമത്ത് സ്ഥാപിക്കാൻ ആരാണോ യുദ്ധം ചെയ്യുന്നത് അവന്റെ യുദ്ധമാണ് അല്ലാഹുവിനുള്ള യുദ്ധമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഗൗരവമായി മനസ്സിലാക്കുകയും അതേ നല്ല രീതിയിൽ പോവുകയും ചെയ്യുക. എന്റെ സമയം ഇവിടെ അവസാനിക്കാനായിരിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അവസാനമായി എനിക്ക് പറയാനുള്ളത്, നമ്മളെല്ലാം ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകും, അല്ലെ? നമുക്കൊക്കെ മരണമുണ്ട്, എല്ലാവരും മരിച്ചു പോകും. മരണമുണ്ട്, മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്, അവിടെ വിചാരണയുണ്ട്, ഉയർത്തെഴുന്നേൽപ്പുണ്ട്. നമ്മുടെ കർമ്മങ്ങൾക്കനുസരിച്ച് സ്വർഗവും നരകവും തീരുമാനിക്കപ്പെടും. ആയതിനാൽ ഭീകരമായ കത്തിജ്വലിക്കുന്ന തീജ്വാലയുടെ അഗ്നിനാളങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട് സ്വർഗത്തിന്റെ സുഖാനുഭവത്തിന്റെ വല്ലാഹു യദൂ ഇലാ ദാറുസ്സലാം എന്ന് അല്ലാഹു ദാറുസ്സലാം എന്ന് വിശേഷിപ്പിച്ച ആ സ്വർഗ പൂങ്കാവനത്തിലേക്ക് കയറി ചെല്ലാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിനാണ് മതം, അതിനാണ് വിശുദ്ധ ഖുർആൻ, അതിനാണ് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആനുമായി ഈ ലോകത്തേക്ക് കാരുണ്യവാനായി കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ കർമ്മത്തിന്റെ ആധർമ്മ പാതയിലൂടെ വ്യക്തമായ ലക്ഷ്യബോധത്തോടെ കൃത്യമായ വിശുദ്ധ ഖുർആനും നബിചര്യയും എന്ന സിലബസിലൂടെ ജീവിതം എന്ന പരീക്ഷയിലൂടെ വിശകലനങ്ങളുമായി നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അലസതയും അശ്രദ്ധയും അവഗണനയും നമുക്ക് പാടുള്ളതല്ല. അതേ പള്ളി മിനാരങ്ങളിൽ നിന്ന് ബാങ്കുളികൾ നമ്മെ മാടി വിളിക്കുമ്പോൾ ബാങ്ക് വിളിക്കുത്തം നൽകി പള്ളിയിലേക്ക് കയറി ചെല്ലേണ്ടതുണ്ട്, നമസ്കരിക്കേണ്ടതുണ്ട്, പുണ്യങ്ങൾ വാരിക്കൂട്ടേണ്ടതുണ്ട്, പാപമോചനങ്ങൾ തേടേണ്ടതുണ്ട്. അനുവദനീയമായ സമ്പത്തിന്റെ ശുദ്ധീകരണമായ സക്കാത്ത് കൃത്യമായി സംഘടിതമായി കൊടുക്കേണ്ടതുണ്ട്. റമദാൻ മാസങ്ങളിൽ ശുദ്ധിയും ഭക്തിയും നിറഞ്ഞ നോമ്പുകൾ അനുഷ്ഠിക്കേണ്ടതുണ്ട്. കഴിയുമെങ്കിൽ ഹജ്ജ് നിർവഹിക്കേണ്ടതുണ്ട്. അതിനേക്കാളെല്ലാം ഉപരി ജീവിതത്തിൽ എന്തെന്ത് പ്രയാസം വന്നാലും എന്തെന്ത് ബുദ്ധിമുട്ട്
വന്നാലും എന്തെന്ത് വ്യസനങ്ങൾ വന്നാലും ലോക തമ്പുരാനായ അള്ളാഹുവിന്റെ മുമ്പിൽ മാത്രമേ സമർപ്പിക്കാവൂ, അവരോട് മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാവൂ, അവരോട് മാത്രമേ ദുആ ഇറക്കാവൂ, അവരോട് മാത്രമേ സഹായം ചോദിക്കാവൂ. ഇതാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്ന മധുര മനോഹരമായ ലളിത സുന്ദരമായ ഏകദൈവാരാധന. ആ ഏകദൈവാരാധനയിലേക്കാണ് നാം മടങ്ങേണ്ടത്. ബിംബമില്ലാത്ത, ചാരമില്ലാത്ത, മഖാമുകളില്ലാത്ത, മണ്ഡപങ്ങളില്ലാത്ത, പുണ്യപുഷ്പങ്ങളില്ലാത്ത, പ്രതിഷ്ഠകളില്ലാത്ത, ചിത്രങ്ങളില്ലാത്ത സാക്ഷാൽ ഈ പ്രപഞ്ചത്തിന്റെ നാഥനായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന ഏകദൈവത്തിലേക്ക് മടങ്ങുമ്പോഴാണ് നമുക്ക് വിജയമുണ്ടാകുന്നത്. യാ ഖൗമി മാലി അദ്ഉകും ഇലൻ നജാത്ത് വതദ്ഉനനി ഇലൻ നാർ. എന്റെ സമൂഹമേ, നിങ്ങൾക്ക് എന്തു പറ്റി? ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് നജാത്തിലേക്കാണ്, വിജയത്തിന്റെ മാർഗത്തിലേക്കാണ്, ശിർക്കിന്റെ കോട്ടകൊത്തലകളിൽ നിന്ന് തൗഹീദിന്റെ സുന്ദരമായ ഭൂമിയിലേക്കാണ്. ആ തൗഹീദിലേക്ക് മടങ്ങുമ്പോഴാണ്. അതിനാണ് അല്ലാഹു നമ്മെ സൃഷ്ടിച്ചത്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നവർഗത്തെയും മനുഷ്യവർഗത്തെയും എന്നെ ആരാധിക്കുവാൻ വേണ്ടിയല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എന്ന് അവൻ സദാസമയം നമ്മെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. അവൻ സദാസമയം നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ജീവിതം ഒന്ന് ശുദ്ധീകരിക്കേണ്ടതുണ്ട്. അതേ തെറ്റായ നോട്ടവും സംസാരവും കൈമാറ്റവും എല്ലാം നിർത്തേണ്ടതുണ്ട്. അതേ വിചാരങ്ങളും അതെല്ലാം നിർത്തേണ്ടതുണ്ട്. നമ്മുടെ മദ്യപാനവും അതേപോലെ തന്നെ മയക്കുമരുന്നും പാൻ പരാഗമടക്കമുള്ള സകലതും ഒഴിവാക്കേണ്ടതുണ്ട്. പെൺകുട്ടികളുമായുള്ള അവിഹിതമായ ബന്ധങ്ങൾ ആൺകുട്ടികൾ മറിച്ചും ഒഴിവാക്കേണ്ടതുണ്ട്. അതേ പ്രിയപ്പെട്ടവരെ, സിനിമയും സീരിയലുകളും ഒപ്പനകളും അതേപോലെ റിയാലിറ്റി ഷോകളും നമ്മുടെ മനസ്സുകളെ ദുഷിപ്പിക്കുകയും നശിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇവിടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ചൂഷണത്തിന്റെ പൈശാചിക രൂപമായ ലോട്ടറിയും പലിശയും അതേപോലെ തന്നെ സ്ത്രീധനവും എല്ലാം വാങ്ങി അത് തിന്നു വയറു വീർപ്പിച്ച് നടക്കുന്ന ഒരു സമൂഹം ഇവിടെ, ഒരവസ്ഥാവിശേഷം ഇവിടെ സംജാതമാണ്. ഇവിടെ ആരെയും ചതിക്കപ്പെടരുത്, ആരും വഞ്ചിക്കപ്പെടരുത്, ആരും അതേ ചൂഷണത്തിന് ഇരയാവരുത് എന്നതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടെ ഞങ്ങൾ നിങ്ങളോട് പറയുന്നത്. ലോകൈകനാഥനായ തമ്പുരാന്റെ മുമ്പിൽ എനിക്കും നിങ്ങൾക്കൊക്കെ നിൽക്കാനുണ്ട്. വലഖദ് ജിഅ്തുമുനാ ഫുറാദാ കമാ ഖലഖനാകും അവ്വല മറ. ഒറ്റക്കൊറ്റക്കായി റബ്ബിന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു ഘട്ടം, നഗ്നരായി, ശരീരത്തിൽ ഒരു നൂലിന്റെ കഷ്ണം പോലും ഇല്ലാതെ അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു ഘട്ടം. വഇൻ മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയാ. ആ നരകത്തിന്റെ വക്കിൽ വരാത്തവരായിട്ട് നിങ്ങളിൽ ഒരാളുമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഗൗരവമായി ചിന്തിക്കൂ, ഗൗരവമായി ആലോചിക്കൂ, പഠിക്കുക. അതേ വിശുദ്ധ ഖുർആൻ വായിക്കുക, വിശുദ്ധ ഖുർആനിന്റെ പരിഭാഷകൾ വായിക്കുക. വിശുദ്ധ ഖുർആൻ മാത്രം വായിച്ചാൽ പോരാ, അതിന്റെ പരിഭാഷകൾ കൂടി നമ്മൾ വായിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റം സംഭവിക്കുന്നത്. ഇവിടെ വിശുദ്ധ ഖുർആനിന്റെ കന്നഡ പരിഭാഷ നിങ്ങൾക്ക് ഇവിടെ വാങ്ങാൻ കിട്ടും. അത് വായിക്കണം നമ്മൾ. അതേ ഇതിന് എതിർ നിൽക്കുന്നവരോട്, ആ വിശുദ്ധ ഖുർആനിൽ ദുർവ്യാഖ്യാനമുണ്ട് എന്ന് പറയുന്നവരോട് നിങ്ങൾ മനപ്രയാസമുണ്ടരുത്, നിങ്ങൾ സ്വപ്നം കാണരുത്. അതെ, ഇതിനെ തകർക്കാനുള്ള ഗൂഢമായ തന്ത്രങ്ങൾ നിങ്ങൾ ആവിഷ്കരിക്കുമ്പോഴും അറിയുക, ഇത് ഹിസ്ബുള്ളയാണ്, ഇത് അല്ലാഹുവിന്റെ കക്ഷിയാണ്. ഇതിനെ തകർക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല. അല്ലാഹുവിനെ സ്നേഹിക്കുന്ന, അല്ലാഹു സ്നേഹിക്കുന്ന, പ്രവാചകന്റെ സുന്നത്തെടുക്കുന്ന, സഹാബത്തിന്റെ സച്ചരിതകൾ എടുക്കുന്ന, നീതിബോധത്തോടെ പ്രവർത്തിക്കുന്ന യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമീന ബിൽ ഖിസ്തി ശുഹദാഅ ലില്ലാഹ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ നീതിബോധത്തോടെ പ്രവർത്തിക്കണം നമ്മൾ. അനീതിയുടെ വക്താക്കളോട് സബാതു യുദില്ലുഹുമുല്ലാഹു യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുഹു. 7 വിഭാഗം അർശിന്റെ തണൽ ലഭിക്കപ്പെടുന്ന ഒരു വിഭാഗം ഇമാമുൻ ആദിലുൻ, നീതിമാനായ ഭരണാധികാരിയാണ്. അതുകൊണ്ട് ജീവിതത്തിന്റെ ഏതേത് വീടിന്റെ നേതാവ്, നാടിന്റെ നേതാവ്, സമൂഹത്തിന്റെ നേതാവ്, പ്രസ്ഥാനങ്ങളുടെ നേതാവ്, അനുയായികൾ എന്നൊക്കെ പറഞ്ഞാൽ വിശുദ്ധ ഖുർആനും നബിചര്യയും അനുസരിച്ച് ജീവിക്കേണ്ടവരാണ്. അതെ, ഒരു പ്രസ്ഥാനം നന്നായാൽ സമൂഹമാണ് നന്നാകുന്നത്, ഒരു രാഷ്ട്രം നന്നായാൽ സമൂഹമാണ് നന്നാകുന്നത്, ഒരു പെണ്ണ് നന്നായാൽ ഒരു കുടുംബമാണ് നന്നാകുന്നത്. നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് റസൂലുള്ളാഹി നമ്മോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, എല്ലാവരും കൊണ്ടും കൊടുത്തും ജീവിക്കുക, നല്ല രീതിയെ ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ടാക്കിയെടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള സകല പാപങ്ങളും സകല ദോഷങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ പരമാവധി ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ശരിയായ വിശ്വാസികളായി ജീവിക്കാൻ ശ്രമിക്കണേ എന്ന് ഒരിക്കൽ കൂടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാം ആ നിലക്ക് മുത്തഖീങ്ങളായി ജീവിക്കുവാനും ഈമാനോടുകൂടി മരിക്കുവാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ ഇസ്ലാം 1400 വർഷങ്ങൾക്ക് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹിയായി ആ ഇസ്ലാമിന്റെ ആദർശങ്ങൾ അല്ലാഹു തആല അവതരിപ്പിക്കുകയും 23 കൊല്ലക്കാലത്തെ പ്രവാചക ജീവിതത്തിനിടയിൽ അതിന്റെ മുഴുവൻ അധ്യാപനങ്ങളും പൂർണ്ണമായി പഠിപ്പിക്കുകയും ചെയ്തു ഈ സമൂഹത്തെ ഏൽപ്പിച്ചു പോയ ആദർശം. എന്നാൽ പിന്നീട് ആ ഇസ്ലാമിന്റെ പേരിൽ ധാരാളം പ്രസ്ഥാനങ്ങളും ധാരാളം കക്ഷികളും ഉണ്ടായി വരികയും പുതിയ പുതിയ ആദർശ തലങ്ങളിലേക്ക് വ്യാഖ്യാനങ്ങളുമായി കടന്നു വരികയും ചെയ്തതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഖവാരിജുകളും ഷിയാക്കളും, ശേഷം വന്ന മുഅ്തസില, ജഹ്മിയ്യ, ജബരിയ്യ, ജഅദിയ്യ, ഖദരിയ്യ തുടങ്ങി ധാരാളം പാർട്ടികളായി, ഗ്രൂപ്പുകളായി മുസ്ലിം സമുദായം പിന്നീട് വഴിമാറി പോകുന്നത് ചരിത്രങ്ങളിൽ കാണാൻ സാധിക്കുന്നു. എല്ലാവരും വിശുദ്ധ ഖുർആനിൽ നിന്ന്, പ്രവാചക വചനങ്ങളിൽ നിന്നൊക്കെ തെളിവുകൾ എടുക്കുകയും ആ തെളിവുകളെ തങ്ങൾക്കനുയോജ്യമായ രൂപത്തിൽ വ്യാഖ്യാനിച്ചൊപ്പിച്ച് തങ്ങളുടെ ആദർശമാണ് ശരിയെന്ന് ന്യായമെന്ന് പറഞ്ഞൊപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തതായിട്ടാണ് ചരിത്രങ്ങളിൽ വായിക്കാൻ സാധിക്കുന്നത്. ഖവാരിജ് രംഗത്ത് വരികയും നിയമനിർമ്മാണാധികാരം അല്ലാഹുവിന് മാത്രമാണെന്നും ആ റബ്ബിനല്ലാതെ മറ്റാർക്കെങ്കിലും വിധി പറയാനുള്ള അവകാശം വല്ലവരും നൽകുന്നുവെങ്കിൽ അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ആദർശമാണ് എന്ന് പഠിപ്പിക്കുകയും ചെയ്തപ്പോൾ അവർ തെളിവായി കൊണ്ടുവന്നത് വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്തായിരുന്നു. ഇന്നിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്, നിയമനിർമ്മാണാധികാരം, വിധി പറയാനുള്ള അധികാരം അല്ലാഹുവിനല്ലാതെ മറ്റാരുമില്ല എന്ന വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്തിന്റെ ഒരു കഷ്ണമെടുത്തുകൊണ്ട് ആ കഷ്ണം ഉപയോഗിച്ചാണ് അല്ലാഹുവിനെ മാത്രമേ വിധി പറയാൻ, തീരുമാനം പറയാൻ അവകാശമുള്ളൂവെന്നും അതിനാൽ അല്ലാത്തവരെ വിധികർത്താക്കളായി നിശ്ചയിക്കുക വഴി സ്വഹാബിമാർ ഒട്ടുമിക്കവാറും കാഫിറായി മാറിയെന്നും പറഞ്ഞുകൊണ്ട് ഖവാരിജ് രംഗത്ത് വന്നു. അതേപോലെ മുഅ്തസിലിയാക്കളായ ആളുകൾ
പിഴച്ച ധാരാളം വാദങ്ങളുമായി കടന്നു വരികയും ഈമാനും കുഫറും എന്താണ് എന്ന ആ വിഷയത്തിൽ പോലും വിവാദമുണ്ടാക്കുകയും ഈമാൻ എന്നതിന് പുതിയ ചില അർത്ഥതലങ്ങൾ അവർ കൽപ്പിക്കുകയും അതിന്റെ ഫലമായി മോഷ്ടിക്കുന്നവരും വ്യഭിചരിക്കുന്നവരും അതുപോലെ മദ്യപിക്കുന്നവരും പലിശ വാങ്ങുന്നവരും മറ്റു വൻ പാപങ്ങൾ ചെയ്യുന്നവരുമെല്ലാം ഈമാൻ നഷ്ടമായവരാണ്, അവരൊന്നും മുസ്ലിങ്ങളല്ല, അവരൊക്കെ കാഫിറുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തപ്പോൾ അവർക്കതിന് തെളിവായി പറയാനുണ്ടായത് ഖുർആനിലെ ചില ആയത്തുകളും പ്രവാചകൻ പറഞ്ഞ ചില ഹദീസുകളും തന്നെയായിരുന്നു എന്നാണ് അവിടെ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ശേഷം ഉണ്ടായി വന്ന മറ്റനേകം കക്ഷികൾ, പ്രത്യേകിച്ച് ത്വരീഖത്തിന്റെ വക്താക്കൾ, സൂഫിസത്തിന്റെ ആളുകൾ തസവുഫുമായി കടന്നു വന്ന് സൂഫിസം പഠിപ്പിച്ച് ത്വരീഖത്ത് പ്രസ്ഥാനങ്ങൾ വളർത്തിയെടുത്തു. ഹിജ്റ 3, 4, 5 നൂറ്റാണ്ടുകളാണ് ആ ത്വരീഖത്തുകളുടെ കടന്നുകയറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഹിജ്റ 1, 2 നൂറ്റാണ്ടിൽ ത്വരീഖത്ത് എന്ന തസവുഫ് എന്ന സൂഫിസം എന്ന പദപ്രയോഗം നമുക്കധികമൊന്നും കാണാൻ സാധിക്കുന്നില്ല. 3-ാം നൂറ്റാണ്ടിൽ ഒറ്റപ്പെട്ട ചില പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിൽ ആ പദപ്രയോഗം വന്നു തുടങ്ങിയതായി കാണാനാകുന്നു. ശേഷം ഹിജ്റ 4, 5 നൂറ്റാണ്ടുകളിലായി ത്വരീഖത്ത് പ്രസ്ഥാനങ്ങൾ അതിശക്തമായി രംഗത്ത് വരികയും പുതിയ കുറെ വാദങ്ങളുമായി കടന്നു വരികയും പല ശൈഖന്മാർക്കും അപ്രമാദിത്വം കൽപ്പിക്കുകയും ആ ശൈഖന്മാരുടെ പിന്നാലെ കൂടിയാൽ ശരിയായ മുഅ്മിനാകാമെന്നും ഒരു ശൈഖില്ലാതെ ശരിയായ മുഅ്മിനാകാൻ സാധ്യമല്ല എന്നും ആരാധനാ കർമ്മങ്ങൾ പോലും ഒരു ശൈഖിൽ നിന്ന് പഠിക്കണമെന്നും ആ ശൈഖ് നൽകുന്ന ദിക്റുകളും ദുആകളും തസ്ബീഹുകളും സലാത്തുകളും ആ ശൈഖ് നിശ്ചയിച്ചു കൊടുക്കുന്ന ആരാധനാ കർമ്മങ്ങളും മാത്രമാണ് ശരിയായ ഇബാദത്തായി സ്വീകരിക്കാൻ വകുപ്പുള്ളത് എന്നും പറഞ്ഞുകൊണ്ടാണ് ആ സൂഫികൾ രംഗത്ത് വന്നത്. അവരും തെളിവായി കൊണ്ടുവന്നത് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും തന്നെയായിരുന്നു. ആയത്തുകളെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ആരാധനകൾക്ക് പുതിയ അർത്ഥതലങ്ങൾ അവർ നൽകി. ഈമാനും ഇസ്ലാമും ഇഹ്സാനും ദീനും ഇബാദത്തും തുടങ്ങിയ സാങ്കേതിക പദങ്ങൾക്ക് പുതിയ ചില വ്യാഖ്യാനങ്ങൾ അവർ നൽകുകയും അതുപ്രകാരം ഇസ്ലാമിന് ശരീഅത്ത് എന്നും ത്വരീഖത്ത് എന്നും ഹഖീഖത്ത് എന്നുമൊക്കെയായി വേർതിരിച്ചുകൊണ്ട് ശരീഅത്ത് എന്നുള്ളത് സാധാരണ ജീവിതത്തിൽ പാലിക്കാനുള്ള നിയമങ്ങളായും, എന്നാൽ ആ ഒരു ലെവലിൽ നിന്ന് അല്ലാഹുവിലേക്ക് അടുത്ത് തഖ്വ കൂടി ഇബാദത്ത് വർദ്ധിച്ച് വലിയ എന്ന ഒരു പ്രത്യേകമായ ദറജയിലേക്ക് കടന്നു കയറണമെന്നും അങ്ങോട്ടെത്തുമ്പോൾ ശരീഅത്ത് വിട്ട് ത്വരീഖത്തിലേക്ക് എത്തുകയും ആ ത്വരീഖത്തിലൂടെ പിന്നെയും മുകളിലേക്ക് കയറിപ്പോയി ഹഖീഖത്തിലേക്ക് എത്തിപ്പെടുകയും അവസാനം അല്ലാഹുമായി ലയിച്ച് അല്ലാഹുവിലേക്ക് അവൻ ലയിച്ചു ചേർന്ന് ഫനാ എന്ന ഹുലൂൽ എന്ന മർത്തബയിലേക്ക് എത്തുകയും സൃഷ്ടിയും സൃഷ്ടാവും ഒന്നായി മാറുകയും ഈ ലോകത്ത് സൃഷ്ടാവല്ലാതെ മറ്റൊന്നുമില്ലാത്ത മറ്റൊന്നിനെയും കാണാത്ത ഒരവസ്ഥയിലേക്ക് എത്രയാണ് വേണ്ടത് എന്നും ആ ത്വരീഖത്തുകാർ പഠിപ്പിച്ചു. അവർ തെളിവായി കൊണ്ടുവന്നത് വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ തന്നെയായിരുന്നു. അങ്ങനെ ആ മർത്തബയിലേക്ക് എത്തി എന്ന വാദം പറഞ്ഞുകൊണ്ട് നമസ്കരിക്കാത്ത ആളുകൾ ഔലിയാക്കന്മാരായി ചിത്രീകരിക്കപ്പെട്ടു. മതനിയമങ്ങൾ പാലിക്കാത്തവർ ഔലിയാക്കളായി ചിത്രീകരിക്കപ്പെട്ടു. നമസ്കാരവും നോമ്പും സകാത്തും ഹജ്ജും തുടങ്ങിയ മറ്റു ആരാധനാ കർമ്മങ്ങളുമൊന്നും അത്തരക്കാർക്ക് ബാധകമല്ല എന്ന് അവർ വാദിച്ചു. തെളിവെന്താണ്? ഖുർആനിന്റെ ആയത്താണ്, പ്രവാചകന്റെ വചനങ്ങളാണ്. നിനക്ക് യഖീനാകുന്നത് വരെ നീ അല്ലാഹുവിനെ ആരാധിക്കണം, ഇബാദത്ത് എടുക്കണം എന്ന് ഖുർആൻ പറയുന്നു. യഖീനായി കഴിഞ്ഞാൽ, ഉറപ്പായി കഴിഞ്ഞാൽ പിന്നെ ഇബാദത്ത് വേണ്ട, പിന്നെ ആരാധന വേണ്ട എന്ന് ആയത്തെ ദുർവ്യാഖ്യാനിച്ചിട്ടാണ് അവർ ആ ആശയം അരക്കിട്ടുറപ്പിക്കാൻ ശ്രമിച്ചത്. പിന്നീട് ആ ത്വരീഖത്തിന്റെ ആ സൂഫികളുടെ പട്ടികയിലേക്ക് സ്വഹാബത്തിനെ കൂടി അതിലേക്ക് ചേർക്കാൻ അവർ ശ്രമിച്ചു. അലി ഇബ്നു അബീ ത്വാലിബിൽ നിന്നാണ് ഈ ത്വരീഖത്തുകളുടെ തുടക്കമെന്ന് അവർ വാദിച്ചു. സിദ്ദീഖുൽ അക്ബറിനെയും ഉമർ ഖത്താബിനെയും പോലും ത്വരീഖത്തിന്റെ ആളുകളായി പിന്നീട് അവർ
ചിത്രീകരിച്ചു. ഒരു പടി കൂടി അപ്പുറത്തേക്ക് പോയിട്ട് ഖിദർ നബി ഇസ്ലാം എന്ന് അവര് പറയുന്ന നബി ആണോ അല്ലേ എന്ന് മുസ്ലിം ലോകത്ത് അഭിപ്രായ വ്യത്യാസമുള്ള മഹാനായ ഖിദർ ഇസ്ലാം അദ്ദേഹത്തെ ത്വരീഖത്തിന്റെ ഏറ്റവും ഉന്നതമായ ഡിഗ്രിയിൽ അവർ അവരോധിക്കുകയും ആ ഖിദർ നബിയും അതേപോലെ ഇദ്രീസ് നബിയും ഒക്കെ ഈ ഭൂമിയിൽ ഇന്നും വസിച്ചുകൊണ്ടിരിക്കുന്നുവെന്നും ത്വരീഖത്ത് പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം നൽകുന്നുവെന്നുമുള്ള വാദങ്ങളുമായി അവര് കടന്നു വന്നു. ഇങ്ങനെ മുമ്പോട്ട് പോലും തോറും ചരിത്രം മുന്നോട്ട് പോകും തോറും ധാരാളം പുതിയ 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 ആദർശ തലങ്ങളിലൂടെ മുസ്ലിം ഉമ്മത്തിൽ നിന്ന് പുതിയ പുതിയ കക്ഷികളും പാർട്ടികളും ഉണ്ടായി വരുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവിടെയാണ് സലഫി ആദർശത്തിന്റെ സലഫി ആശയത്തിന്റെ സവിശേഷത നാം തിരിച്ചറിയേണ്ടത്. രംഗത്ത് വരുന്ന ഏത് പാർട്ടിയും ആയത്തോതിക്കൊണ്ടാണ് തെളിയിക്കാൻ ശ്രമിക്കുന്നത്. ഹദീസുകൾ എടുത്തു ധരിച്ചുകൊണ്ടാണ് അവിടെ ആദർശമാണ് ശരിയെന്ന്, ആ ആദർശം വഴിയാണ് ശരിയായ വഴിയെന്ന് സ്ഥാപിക്കാൻ അവരൊക്കെയും ശ്രമിക്കുന്നത് വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അധ്യാപനങ്ങളെ എടുത്തു കാണിച്ചുകൊണ്ടാണ് അവർ രംഗത്ത് വരുന്നത്. ഇനി നമ്മുടെ നാടുകളിലേക്ക്, കേരളവും കർണാടകയും അടക്കമുള്ള നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ ദേശങ്ങളിലേക്ക് നാം കടന്നു വന്നാലും അവിടെയെല്ലാം കാണുന്ന ധാരാളം പാർട്ടികൾ, ഈ പറയപ്പെട്ട പാർട്ടികളുടെ പിന്മുറക്കാർ ഉണ്ട്. അവയ്ക്ക് പുറമെ പുതിയ ധാരാളം ചിന്താഗതിക്കാരും നമ്മുടെ നാടുകളെല്ലാം ഉണ്ട് എന്ന കാര്യം തീർച്ചയാണ്. നമസ്കാരം 5 വഖത്തില്ല എന്നും 3 വഖത്ത് നമസ്കാരമേ നിർബന്ധമുള്ളൂ എന്നുമുള്ള വാദവുമായി കടന്നു വന്ന ചേകന്നൂർ മൗലവി കേരളത്തിൽ പ്രത്യക്ഷപ്പെടുകയും അങ്ങനെ ആ ദഅവത്തുമായി അദ്ദേഹം ഇറങ്ങുകയും കുറച്ചാളുകളെങ്കിലും ആകൃഷ്ടരാവുകയും നമസ്കാരം 3 ഉള്ളൂ 5 ഇല്ല എന്ന് വാദിക്കുകയും ചെയ്തപ്പോൾ എന്താണ് അയാൾക്ക് തെളിവായി പറയാനുണ്ടായത്? വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ തന്നെയാണ് ആ ചേകന്നൂര് തെളിവായി കൊണ്ടുവന്നത്. നോമ്പ് എന്നുള്ളത് 1 മാസമെന്നാകെ നോക്കേണ്ടതില്ല എന്നും ഏറ്റവും ചുരുങ്ങിയത് 3 ദിവസം നോമ്പെടുത്താൽ തന്നെ അയാളുടെ ബാധ്യത പൂർത്തിയായി എന്നും ചേകന്നൂര് വാദിച്ചപ്പോൾ തെളിവെന്ത് എന്ന ചോദ്യത്തിന് അയാളുടെ മറുപടി എന്താ? വിശുദ്ധ ഖുർആന്റെ പ്രയോഗം തന്നെയാണ്. അയ്യാമം മഅദൂദാത്ത് എന്നല്ലേ ഖുർആൻ പറഞ്ഞുള്ളൂ. അയ്യാമം മഅദൂദാത്ത്, എണ്ണപ്പെട്ട ദിവസങ്ങൾ നോമ്പെടുക്കാനാ ഖുർആൻ പഠിപ്പിച്ചത്. അതുകൊണ്ട് ദിവസങ്ങൾ എന്ന് പറയാൻ ബഹുവചന രൂപത്തില് അയ്യാം എന്ന് പ്രയോഗിക്കാൻ ഏറ്റവും ചുരുങ്ങിയത് 3 ദിവസം മതി. അതിനാൽ ഒരു മനുഷ്യൻ റമദാനിൽ 3 നോമ്പെടുത്താൽ അയാളുടെ ബാധ്യത പൂർത്തിയായി, അയാൾ നോമ്പ് നോറ്റവനായി എന്ന ആയത്തോതിക്കൊണ്ടാണ് ചേകന്നൂർ മുസ്ലിയാർ അർത്ഥം വെച്ചത്. അവിടെ ഇങ്ങോട്ട് പിഴച്ച ധാരാളം വാദങ്ങളുമായി അദ്ദേഹം വന്നപ്പോൾ അവിടെയെല്ലാം ഖുർആന്റെ ആയത്തുകൾ തന്നെയായിരുന്നു അയാൾ ദുരുപയോഗം ചെയ്തത്. ഹദീസുകളെ അദ്ദേഹം തൽക്കാലം മാറ്റിവെച്ചു. അതിനുശേഷം മുഴുജിത്തുകൾ ശേഖരിക്കുന്ന പ്രവണത ഉണ്ടായിട്ടുണ്ട് നമ്മുടെ നാടുകളിൽ. അവർക്കും തെളിവ് ഖുർആന്റെ ആയത്തുകൾ തന്നെയായിരുന്നു. ഏറ്റവും അവസാനം അല്ലാഹുവില്ലാത്ത ആളുകളോട് വിളിച്ചു പ്രാർത്ഥിക്കാമെന്ന വാദവുമായി സൂഫിസത്തിന് പിന്മുറക്കാരായി നമ്മുടെയൊക്കെ നാടുകളിൽ സമസ്തക്കാരായ ആളുകൾ രംഗത്ത് വന്നു. അല്ലാഹുവില്ലാത്തവരോട്, അംബിയായിനോട്, ഔലിയായിനോട് ദർഗകളിൽ ചെന്ന് അവരോടെല്ലാം പ്രാർത്ഥിക്കാമെന്ന്, ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും ഒക്കെ പരിഹാരം തേടി ദർഗയിൽ പോയി തേടാമെന്ന്, അതിനുവേണ്ടിയുള്ള നേർച്ചകളും അതുപോലെയുള്ള മറ്റു പദ്യങ്ങളും ഗദ്യങ്ങളുമെല്ലാം ആകാമെന്ന വാദവുമായി അവർ രംഗത്ത് വന്നപ്പോൾ അവിടെയും തെളിവെന്ത് എന്ന ചോദ്യത്തിന് അവര് പറഞ്ഞ മറുപടി അതെ, ഖുർആനിൽ തെളിവുണ്ട്, ധാരാളം ആയത്തുണ്ട്. ഉദാഹരണമായി ഓതി പലരും വസ്അൽ മൻ അർസൽനാ മിൻ ഖബ്ലിക മിർ റുസുലിനാ അജഅൽനാ മിൻ ദൂനിർ റഹ്മാൻ ആലിഹതൻ യുഅബദൂൻ എന്ന സൂറത്തുൽ സുഖ്റുഫിൽ ആയത്ത് തെളിവായി ഓതിയവരുണ്ട്. ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനു വല്ലദീന യുഖീമുസ്സലാം വയുഅ്തൂന അസ്സകാ വഹും റാകിഊൻ എന്ന സൂറത്തുൽ മാഇദയിലെ 55-ാമത്തെ ആയത്ത് തെളിവായി ഓതിയവരുണ്ട്. ഈ ഇസ്തിഗാസക്ക് സമാനമായ പല ആയത്തുകളും സൂറത്തുൽ ബഖറയിലെ യാ അയ്യുഹല്ലദീന ആമനു
ലാ തഖൂലു റാഇനാ വഖൂലു ഉൻദുർനാ എന്ന ആയത്ത് പോലും തെളിവായി ഓതിയവർ നമ്മുടെ നാടുകളിൽ ഉണ്ടായിട്ടുണ്ട്. എങ്കിൽ ഇങ്ങനെ രംഗത്ത് വരുന്ന മുഴുവൻ ആളുകളും ആയത്തോലിക്കൊണ്ട് സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ, ഹദീസ് പറഞ്ഞുകൊണ്ട് സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ അതാണ് ശരിയായ ആദർശമെന്ന്, അതാണ് ഇസ്ലാമിന്റെ തനതായ രീതി എന്ന് എല്ലാവരും അവകാശപ്പെടുമ്പോൾ സാധാരണക്കാര് പറയും ഞങ്ങളെന്താ ചെയ്യാം. എല്ലാവരും തോന്നുന്നു സലഫികളെ വഴുത് കേട്ടാ തോന്നും അതാണ് ശരിയെന്ന്, അല്ലാത്തൊരു വഴുത് കേട്ടാ തോന്നും അതാണ് ശരിയെന്ന്. എല്ലാവർക്കും തെളിവ് ആയത്താണല്ലോ, എല്ലാവർക്കും തെളിവ് ഹദീസാണല്ലോ. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യും? എങ്ങനെയാ ഞങ്ങൾ വേർതിരിച്ചറിയുക? എങ്ങനെയാ ഞങ്ങൾ ശരിയും തെറ്റും മനസ്സിലാക്കുക എന്ന് സാധാരണക്കാർ ചോദിക്കാറുണ്ട്. അവിടെ ഏതാണ് ശരിയെന്നതിന്, ആരാണ് ആരോധ്യ ആയത്തിന് ആര് പറഞ്ഞ അർത്ഥമാണ് ശരിയായ അർത്ഥമെന്ന് തിരിച്ചറിയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഐഡന്റിറ്റിയാണ് സലഫിയ്യത്ത് എന്ന പദപ്രയോഗം. സലഫ് എന്ന ഉദാത്തമായ പദത്തിലേക്ക് ചേർത്തിട്ടാണ് സലഫി എന്ന നാമം ഉണ്ടാകുന്നത്. സലഫ് എന്നാൽ മുൻഗാമി എന്നാണ് അർത്ഥം. സലഫ് മുമ്പ് കഴിഞ്ഞു പോയത് എന്ന അർത്ഥത്തിലാണ് സലഫ് എന്ന പദം പ്രയോഗിക്കുന്നത്. ഭാഷാപരമായി തൊട്ടു മുമ്പ് കഴിഞ്ഞു പോയ എല്ലാത്തിനും പറയാം സലഫ് എന്ന വാക്ക് വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചിട്ടുണ്ട്. ആ ഒരു അർത്ഥത്തിൽ വലാ തൻകിഹു മാ നകഹ ആബാഉകും ഇല്ലാ മാ ഖദ് സലഫ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു വലാ തൻകിഹു, നിങ്ങൾ വിവാഹം കഴിക്കരുത്, മാ നകഹ ആബാഉകും, നിങ്ങളുടെ പിതാക്കന്മാർ വിവാഹം കഴിച്ച സ്ത്രീകളെ നിങ്ങൾ വിവാഹം കഴിക്കരുത് എന്ന് ഖുർആനിൽ നിയമമുണ്ട്. പിതാക്കന്മാർ കല്യാണം കഴിച്ച, വാപ്പ കല്യാണം കഴിച്ചൊരു പെണ്ണ്, വാപ്പ അവളെ ഒഴിവാക്കിയാൽ അല്ലെങ്കിൽ വാപ്പ മരിച്ചുപോയാൽ ആ പെണ്ണിനെ മക്കൾക്ക് വിവാഹം കഴിക്കാവതല്ല എന്ന നിയമം പറയുമ്പോൾ അവിടെ അല്ലാഹു തആല പറഞ്ഞു ഇല്ലാ മാ ഖദ് സലഫ്, കഴിഞ്ഞു പോയതൊഴികെ. പറഞ്ഞു വന്നത് പിതാക്കന്മാർ വിവാഹം ചെയ്ത സ്ത്രീകളെ പിന്നീട് മക്കൾ വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ആയത്തിൽ അല്ലാഹു തആല ശേഷം പറഞ്ഞു ഇല്ലാ മാ ഖദ് സലഫ് ഒഴികെ. അഥവാ അങ്ങനെ കഴിച്ച വല്ലതും ഉണ്ടെങ്കിൽ അവിടെ നിന്നോട്ടെ, ഇനി കഴിക്കാൻ പാടില്ല, മുമ്പ് കഴിഞ്ഞതൊഴികെ. ജാഹിലിയ്യ കാലത്ത് അത് വ്യാപകമായിരുന്നു. പിതാവ് കല്യാണം കഴിക്കും, 1-2 കൊല്ലം കഴിയുമ്പോൾ ഒരു പക്ഷെ പിതാവ് ആ സ്ത്രീയെ ഒഴിവാക്കും, പിന്നെ പോയിട്ട് മകൻ അവളെ കല്യാണം കഴിക്കും. അന്നതൊരു പ്രശ്നമായിരുന്നില്ല. പിന്നീട് അല്ലാഹു തആല ആയത്തിറക്കി അത് പാടില്ല എന്ന് ആയത്തിറക്കുമ്പോൾ പലരുടെയും കൈവശം അത്തരം സ്ത്രീകൾ ഉണ്ട് എങ്കിൽ എന്തു ചെയ്യണം? അവരെ മൊഴി ചൊല്ലി ത്വലാഖ് ചൊല്ലി ഒഴിവാക്കണോ? വേണ്ട, ഇല്ലാ മാ ഖദ് സലഫ്, മുമ്പ് കഴിഞ്ഞത് ഒഴികെ ഇനി ചെയ്യാൻ പാടില്ല. അവിടെ സലഫ് എന്ന വാക്ക് ഉപയോഗിച്ചു എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. അപ്പോൾ ഭാഷാപരമായി കഴിഞ്ഞു പോയ എല്ലാത്തിനും പറയാവുന്ന വാക്കാണ് സലഫ് എന്നുള്ളത്. എന്നാൽ സാങ്കേതികാർത്ഥത്തിൽ സലഫികൾ എന്ന് പറയുമ്പോഴുള്ള സലഫ് ഏതാ? അത് കേവലം കഴിഞ്ഞു പോയവർ എന്നർത്ഥമല്ല. തൊട്ടുമുമ്പ് മരിച്ചുപോയ തലമുറക്കും സലഫ് എന്ന് പറയാം അറബി ഭാഷയിൽ. ആ അർത്ഥത്തിലല്ല സലഫി എന്ന് പറയുമ്പോൾ സലഫ്. അത് സലഫു സ്വാലിഹുകൾ, ഈ ഉമ്മത്തിലെ സ്വാലിഹീങ്ങളായ മുൻഗാമികൾ ധാരാളം ഉണ്ടാകാം. തൊട്ടു മുമ്പത്തെ തലമുറയിലും ഉണ്ടാകാം സ്വാലിഹീങ്ങൾ. എന്നാൽ സലഫു സ്വാലിഹ് എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് ഈ ഉമ്മത്തിലെ ഏറ്റവും ഉത്കൃഷ്ടരായ ആദ്യ തലമുറകൾ. വിശുദ്ധ ഖുർആൻ പ്രത്യേകം എടുത്തു പറഞ്ഞ, സർട്ടിഫൈ ചെയ്ത ഏറ്റവും ഖൈറായ തലമുറകൾ, അതാണ് സലഫു സ്വാലിഹ്, സലഫു ഹാദിഹിൽ ഉമ്മ. ഈ ഉമ്മത്തിലെ സലഫ്, ഈ ഉമ്മത്തിലെ മുൻഗാമികൾ, നമ്മുടെ മുൻഗാമി എന്നല്ല, ഈ ഉമ്മത്തിലെ മുൻഗാമി, ഈ ഉമ്മത്തിന് മുമ്പിൽ ഗമിച്ചവൻ, അഥവാ സ്വഹാബത്ത്, താബിഉകൾ, തബഉ താബിഉകൾ, അവരാണ് ഈ ഉമ്മത്തിലെ മുൻഗാമി. നമ്മുടെ മുൻഗാമി ഒരു പക്ഷെ നമ്മുടെ വാപ്പ നമ്മുടെ മുൻഗാമിയായിരിക്കും, വാപ്പാന്റെ വാപ്പ നമ്മുടെ മുൻഗാമിയായിരിക്കും. എന്നാൽ സലഫു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ സലഫ്,
ഈ ഉമ്മത്ത് ആരംഭിക്കുന്നത് പ്രവാചകൻ മുതൽ ഇങ്ങോട്ട് ഖിയാമത്ത് വരെ. ആ ഉമ്മത്തിന്റെ മുൻഗാമി ആദ്യത്തെ തലമുറകൾ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖൈറുൻ നാസി ഖർനി സുമ്മ അല്ലദീന യലൂനഹും സുമ്മ അല്ലദീന യലൂനഹും. ഖൈറുൻ നാസി ഖർനി, ജനങ്ങളിൽ ഏറ്റവും ഖൈറായവർ ഖർനി, എന്റെ തലമുറയാണ്. എന്റെ തലമുറയാണ് ഏറ്റവും ഖൈറായവർ. സുമ്മ അല്ലദീന യലൂനഹും, പിന്നെ അവരോട് അടുത്തു വരുന്നവർ. സുമ്മ അല്ലദീന യലൂനഹും, പിന്നെ അവരോട് അടുത്തു വരുന്നവർ. അതാണ് ഈ ഉമ്മത്തിലെ ഏറ്റവും ഖൈറായവർ. ചില റിപ്പോർട്ടിൽ ഖൈറു ഉമ്മത്തി ഖർനി, മറ്റൊന്നിൽ ഖൈറു നാസി ഖർനി എന്ന് കൂടി റിവായത്തിൽ കാണാൻ കഴിയും. ജനങ്ങളിൽ ഏറ്റവും ഖൈറായവർ എന്റെ തലമുറ, പിന്നെ അടുത്ത തലമുറ, പിന്നെ അടുത്ത തലമുറ. അഥവാ പ്രവാചകന്റെ കൂടെ ജീവിച്ച സ്വഹാബത്ത്, ശേഷം താബിഉകൾ, ശേഷം ആ താബിഉകളെ പിൻപറ്റിയവർ. സ്വഹാബത്ത് എന്നാൽ സഹവസിച്ചവൻ എന്ന വാക്കർത്ഥം. സഹവസിച്ചവൻ, ആരെ സഹവസിച്ചവൻ? മൻ സ്വഹിബൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി സഹവസിച്ചവൻ. മുസ്ലിമായിക്കൊണ്ട് നബിയുമായി സഹവസിച്ചവൻ. അബൂജഹൽ നബിന്റെ കൂടെ ജീവിച്ച ആളാ, പക്ഷെ സ്വഹാബിയല്ല. മുസ്ലിമായതിനു ശേഷം നബിയുമായി സഹവസിച്ചവനാണ് സ്വഹാബി. താബിഈ എന്ന് പറഞ്ഞാൽ പിൻപറ്റിയവൻ എന്നാണ്. പിൻപറ്റിയവൻ, ഫോളോ ചെയ്തവൻ. എന്താ ഫോളോ ചെയ്യൽ? ആരെയാ ഫോളോ ചെയ്യൽ? ഈ സ്വഹാബിമാരെ ഫോളോ ചെയ്തവർ, സ്വഹാബിമാരെ പിൻപറ്റിയവർ. താബിഉ താബിഈ എന്ന് പറഞ്ഞാൽ പിൻപറ്റിയവനെ പിൻപറ്റിയവൻ, ഫോളോ ചെയ്തവനെ ഫോളോ ചെയ്യുന്നവർ. സ്വഹാബത്തിനെ താബിഉകൾ പിൻപറ്റി, ആ താബിഉകളെ